അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയാണ്. ഒരു കള്ളച്ചിരിയോടെ അവൻ സ്റ്റെയർ കേസ് ഓടിക്കയറി വരികയാണ്. അപ്പോൾ അവൻ്റെ ഫോണ് റിങ് ചെയ്യുന്നു. അവൻ ഫോൺ എടുത്ത് പറയാനോ അപ്പുറത്ത് നിന്നും ഗുഡ് മോർണിംഗ് സിദ്ധു. അവനും ചിരിച്ചുകൊണ്ട് വിഷ് ചെയ്തു. എന്താ സിദ്ധു? പിന്നീട് ചന്ദ്രിക സിദ്ധുവിനോട് അതിനെക്കുറിച്ച് സംസാരിച്ചോ? ഒന്നും സംസാരിച്ചില്ല, പക്ഷേ അവളുടെ മനസ്സിൽ ഞാനുണ്ടെന്ന കാര്യം ഉറപ്പാണ്. ഞാനെങ്ങാനും നിന്നെ സ്നേഹിക്കുമോ എന്ന ഭയത്തിൽ ചന്ദ്രിക വളരെ ഡിസ്റ്റർബ്ഡാണ്. എന്നാൽ അതവൾ എന്നിൽ നിന്ന് തന്നെ മറക്കുകയാണ്. അത് കേട്ട് അനു ചന്ദ്രികയുടെ വായിൽ നിന്ന് തന്നെ സിദ്ധുവിനെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാം. ഒരു ദിവസം കൂടി എനിക്ക് സമയം എന്താ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം തന്നെ അവളുടെ മനസ്സിൽ ഞാനുണ്ടെന്ന് പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ അനു ധൃതി പിടിക്കാതെ സിദ്ധു, അവൾ തന്നെ അവളുടെ നാവ് കൊണ്ട് സിദ്ധുവിനെ ഇഷ്ടമാണെന്ന് പറയണം. എന്നാലേ ഇത്രയും നാൾ സിദ്ധു അനുഭവിച്ച കഷ്ടപ്പാടിന് ഫലം കിട്ടും. അപ്പോൾ ചിരിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു, എനിവേ നീ എന്നെ ചന്ദ്രയ്ക്കുമായി ഒരുമിപ്പിക്കാൻ വേണ്ടി ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട്. വളരെ താങ്ക്സ് അനു. മറ്റുള്ളവരുടെ സ്നേഹം പോലെയല്ല സിദ്ധുവിൻ്റേത്. സിദ്ധുവിൻ്റെ ലവ് വളരെ സ്പെഷ്യലാണ്. അതുകൊണ്ടാണ് നിങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിക്കാൻ ഞാൻ ഇത്രയും ശ്രമിക്കുന്നത്. അവൻ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വളരെ നന്ദിയുണ്ട്. ബൈ സിദ്ധു. അവൻ കോൾ കട്ട് ചെയ്തു. പിന്നെ കാണിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റിൽ വെപ്രാളത്തോടെ ഇരിക്കുന്ന വിനീതയെയാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് മേഘ വരുന്നു. അവൾ ചോദിച്ചു, എന്താ വിനീത പെട്ടെന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്, എന്താ കാര്യം? അപ്പോൾ വിനീത, അതെന്തിനാ ചോദിക്കുന്നത്? ഇന്നലെ മനീഷ് എന്നെ കണ്ടു. അത് കേട്ടപ്പോൾ തന്നെ മേഘയുടെ മുഖം മാറി. വിനീത പിന്നെയും പറഞ്ഞു, പ്രിയ ആരുടെ കുട്ടിയാണെന്ന് എന്നോട് പലവട്ടം ചോദിച്ചു. എനിക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. മേഘ ആകെ വിളറി വെളുത്തു. അപ്പോൾ വിനീത പറഞ്ഞു, അവന് നിന്നെ സംശയമുണ്ട്. നീ വേറെ ആരെയും കല്യാണം കഴിച്ചിട്ടില്ലെന്ന് അവൻ കണ്ടുപിടിച്ചു. വിവാഹം കഴിക്കാത്തവർക്ക് എങ്ങനെയാ കുട്ടിയുണ്ടാവുക? അപ്പോൾ അത് ആരുടെ കുട്ടിയാണെന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു. ഞാൻ വല്ലാതെ പേടിച്ചു പോയി. അതേക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലെന്നും മേഘയെ ഞാൻ കണ്ടിട്ടില്ലെന്നും പറഞ്ഞ് ഞാൻ പെട്ടെന്ന് എസ്കേപ്പായി. അയ്യോ, എന്താടി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? മേഘ പേടിച്ചു പറഞ്ഞു. അപ്പോൾ തൊട്ടപ്പുറത്ത് ഇവർക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ ഇവരെ നല്ലോണം കണ്ടും കേട്ടും മനീഷ് ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇതെല്ലാം വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. മേഘ പെട്ടെന്ന് ചോദിച്ചു, ശരി, നീ എപ്പോഴാണ് UK പോകുന്നേ? നെക്സ്റ്റ് വീക്ക് പോകും. അതുവരെ നീ അവൻ്റെ കണ്ണിൽ പെടാതെ നോക്കിക്കോ. ഇനി അഥവാ അവൻ കണ്ടാലും ഇങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കും. നീ ഒന്നും വിളിച്ചു പറഞ്ഞേക്കരുത്. വിനീത തലയാട്ടി സമ്മതിച്ചു. പിന്നെ എല്ലാം അതോടെ അവസാനിക്കും. നീ കുറച്ച് കെയർഫുള്ളായിരിക്കണം. ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം, നീ പൊയ്ക്കോ. ഇതെല്ലാം കണ്ട് അപ്പുറത്ത് ഗൂഢമുഖത്തോടു കൂടി ജ്യൂസ് ഗ്ലാസ്സിൽ സ്ട്രോയും ഇട്ടടിച്ച് മനീഷ് നിന്നു. മേഘ തിരക്കോടെ പറഞ്ഞു, ഓക്കെ വിനീത, എനിക്ക് മോളെയും കൊണ്ട് അമ്പലത്തിൽ പോകണം. ഓക്കെ, ഞാൻ വരുന്നേ. എന്നിട്ട് പിന്നെയും വിനീതയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു, നീ ഇവിടെ ഉള്ളിടത്തോളം അവൻ്റെ കണ്ണിൽ പെടരുത്. ഓക്കെ, ഞാൻ വരുന്നേ. ശരി, ബൈ. മേഘ പോയതിൻ്റെ പിറകെ വെയിറ്റർ വന്ന് വിനീതയോട് ചോദിച്ചു, മാഡം എന്താണ് കുടിക്കാൻ വേണ്ടത്? അപ്പോൾ കുറച്ചൊന്ന് ആലോചിച്ച് വിനീത പറഞ്ഞു, ആപ്പിൾ ജ്യൂസ്. അതും പറഞ്ഞ് വെയിറ്റർ അങ്ങോട്ടേക്ക് പോയതും പുറകിൽ മനീഷ്. വിനീത അന്തം വിട്ടുപോയി. മനീഷ് വന്ന് ഗൂഢമായൊരു ചിരിയോടെ അവളുടെ അടുത്തുള്ള ചെയറിൽ വന്നിരുന്നു. എന്താ വിനീത, എന്നെ ഇവിടെ പ്രതീക്ഷിച്ചതേ ഇല്ല അല്ലേ? എന്നിട്ടവൻ പിന്നെയും ചോദിച്ചു, പിന്നെ ഇതിനിടയിൽ മേഘയെ കണ്ടതേ ഇല്ല അല്ലേ? അപ്പോൾ പെട്ടെന്ന് വിനീത, ഇല്ല, ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. ഞാൻ കുറച്ച് ബിസിയാണ്, അതുകൊണ്ട് അവളെ കാണാൻ പറ്റിയതില്ല. അപ്പോൾ മനീഷ് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നാട്ടിൽ വന്നിട്ട് ഇത്രയും നാളായിട്ട് അവളെ കാണാൻ പറ്റിയില്ലല്ലോ. സോ സാഡ്. വിനീത, മേഘയോടൊപ്പം ചേർന്ന് നീയും ഇപ്പോൾ ഒരുപാട് കള്ളം പറയാൻ തുടങ്ങി. എന്നോടും ഇപ്പോൾ കള്ളം പറയുന്നു. അപ്പോൾ കള്ളം പിടിക്കാതിരിക്കാൻ പിന്നെയും വിനീത പറഞ്ഞു, ഞാൻ കള്ളം പറഞ്ഞതല്ല, ഞാൻ മേഘയെ കണ്ടില്ല. അപ്പോൾ മനീഷ് പിന്നെയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുറച്ചു നേരം മുൻപല്ലേ നിന്നോട് ഇവിടെ വന്നിട്ട് മേഘ സംസാരിച്ചോട്ട് പോയത്. അത് കേട്ട് കള്ളം പിടിക്കപ്പെട്ട് വിനീത കണ്ണു തുറച്ച് അന്തം വിട്ടു നോക്കി. പിന്നെയുള്ള മനീഷിൻ്റെ മുഖഭാവം അല്പം ഭീഷണിപ്പെടുത്തും പോലെയായിരുന്നു. ഞാനത് കാണുന്നുണ്ടായിരുന്നു. ദയവ് ചെയ്ത് എന്നിൽ നിന്ന് ഒന്നും മറക്കരുത്. ഒരു സത്യവും ഒളിക്കാതെ എന്നോട് പറയ്. പിന്നെയും വിനീത പറഞ്ഞു, എന്ത് സത്യം? എനിക്കൊന്നും അറിയില്ല. മനീഷ്
കാർക്കശത്തോടെ പറഞ്ഞു. ദേ നോക്ക്, പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഞാൻ സമാധാനമായി ചോദിക്കുക, പിന്നീട് വേറെ രീതിയിൽ ചോദിക്കേണ്ടി വരും. അപ്പോൾ വിനീത, എന്താ ഭീഷണിയാണോ? അപ്പോൾ കുറച്ചുകൂടി ദേഷ്യത്തിൽ മനീഷ്, ഞാൻ നല്ലവനായിരിക്കണമെന്നാണോ ആഗ്രഹം, അതോ ഞാൻ മോശമാവണോ? മനീഷിലെ മാറ്റം വിനീതയെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. സഹിക്കെട്ട് പ്ലേറ്റിലെ ഫോർക്കെടുത്ത് മനീഷ് കുറച്ചുകൂടി ആക്രോശത്തിൽ ഫോർക്ക് ടേബിളിൽ പതിപ്പിച്ച്, ഇപ്പോൾ പറയുന്നുണ്ടോ ഇല്ലയോ? വല്ലാതെ ഭയപ്പെട്ടുകൊണ്ട് വിനീത പറഞ്ഞു. എന്താ മനീഷ് ഇത്രയും മോശമായി പെരുമാറുന്നത്? നിന്നെ കാണുമ്പോൾ വളരെ ടെറിഫൈഡ് ആയിട്ട് തോന്നുന്നു. ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്. അപ്പോൾ ദേഷ്യത്തോടെ മനീഷ്, നീ എന്നെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞ ഞാൻ എൻ്റെ വഴിക്ക് പോവില്ലേ? അപ്പോൾ ഒഴിഞ്ഞു മാറാൻ എന്നോണം വിനീത കസേരയിൽ നിന്ന് എണീറ്റു. ഇല്ല, എനിക്ക് സമയമായി, എനിക്ക് പോകണം. അപ്പോൾ തടഞ്ഞുകൊണ്ട് ഫോർക്ക് ചൂണ്ടിക്കാട്ടി മനീഷ്, ഏയ് ഇരിക്ക്, മര്യാദയ്ക്കിരിക്ക്, ഇല്ലെങ്കിൽ ഈ ഫോർക്ക് നിന്റെ കഴുത്തിലായിരിക്കും ഉണ്ടാവുക. പേടിച്ചരണ്ട് വിനീത പിന്നെയും ആ ചെയറിൽ തന്നെ ഇരുന്നു. അവൾ ഇരുന്നപ്പോൾ പിന്നെയും ഫോർക്ക് ചൂണ്ടി മനീഷ് ചോദിച്ചു, സത്യം പറയും, പ്രിയ ആരുടെ കുട്ടിയാ? മേഘ എന്തിനാ അവളുടെ വിവാഹം കഴിഞ്ഞു എന്ന് എന്നോട് കള്ളം പറയുന്നത്? സത്യം പറയും. അപ്പോൾ പേടിച്ച് വിനീത, ഏയ് എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ പറയാം. നടന്ന സംഭവങ്ങൾ മൊത്തവും വിനീത അവന് മുന്നിൽ പറഞ്ഞു. എല്ലാം കേട്ടിരുന്ന് സഹികെട്ട് മനീഷ് ചോദിച്ചു, ഇത്രയും നാള് മേഘ എന്നെ പറ്റിച്ചു കൊണ്ടിരിക്കുകയായിരുന്നോ? ഒരുപാട് വിഷമത്തോടെ പിന്നെയും പറഞ്ഞു, എൻ്റെ കുഞ്ഞ് എൻ്റെ അല്ലെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെ അവൾ അഭിനയിച്ചേ? എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റി. അവളെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് ഫോർക്ക് പ്ലേറ്റിലേക്ക് എറിഞ്ഞ് അവൻ അവിടെ നിന്ന് എണീറ്റ് പോയി. എന്നിട്ട് പോകും വഴി തിരിച്ചു വന്ന് പിന്നെയും വിനീതയോട് ചോദിച്ചു, ഇപ്പോൾ മേഘ എങ്ങോട്ടൊക്കെ പോയത്? അവൾ പേടിച്ചരണ്ട് പറഞ്ഞു, ക്ഷേത്രത്തിൽ പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ അങ്ങോട്ടേക്ക് വച്ചു പിടിച്ചു. അവൻ പോയപ്പോൾ പേടിയോടെ വിനീത മനസ്സിലോർത്തു, അയ്യോ, പ്രിയ മനീഷിൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു പോയല്ലോ. ഇനി എന്തൊക്കെ നടക്കുമെന്നറിയില്ല. പിന്നെ കാണിക്കുന്നത് അടുക്കളയിൽ പാൽ തിളപ്പിക്കുന്ന ചന്ദ്രികയാണ്. അവൾ അശ്രദ്ധമായി അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പാല് തിളച്ചുകൊണ്ടിരിക്കുന്നു. അനു ഫോൺ കോളിൽ പറഞ്ഞതും സിദ്ധുവിൻ്റെ ക്യാബിനിൽ പോയപ്പോൾ അവൻ പറഞ്ഞതും എല്ലാം കൂടി അവളിങ്ങനെ മനസ്സിലിട്ട് കൂട്ടിക്കുഴച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയതും ചായപാത്രത്തിൽ നിന്ന് പാല് തിളച്ച് പുറത്തേക്ക് തൂവിയതും ഒന്നിച്ചായിരുന്നു. ഇതൊക്കെ കണ്ട് സ്റ്റെയർ കേസ് ഇറങ്ങി വന്ന ലക്ഷ്മി അമ്മ ഉറക്കെ വിളിച്ചു, ചന്ദ്രികേ. ചന്ദ്രിക അത് കേട്ടതേയില്ല. പിന്നെയും വിളിച്ചു, ചന്ദ്രികേ. അപ്പോൾ പെട്ടെന്ന് ഞെട്ടി എണീറ്റു ചന്ദ്രിക. ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ ചന്ദ്രിക, എന്താ അമ്മേ? അപ്പോൾ ലക്ഷ്മി അമ്മ, പാല് തിളച്ചു മറിയുന്നു, ഗ്യാസ് ഓഫ് ചെയ്. ഇത് കണ്ടതും ചന്ദ്രിക അയ്യോ എന്നും പറഞ്ഞ് ചായച്ചെമ്പ് കൈകൊണ്ട് പിടിക്കാൻ നോക്കി. അപ്പോൾ പെട്ടെന്ന് അവളുടെ കൈ തട്ടി അത് തറയിലേക്ക് വീണു. അയ്യോ എന്നും പറഞ്ഞ് ലക്ഷ്മി അമ്മയും അങ്ങോട്ടേക്ക് ഓടി വന്നു. ചന്ദ്രിക, എന്താ ചന്ദ്രിക ഇത്? എന്നിട്ട് ദേഹത്ത് എന്തെങ്കിലും പറ്റിയോ? അവളുടെ കയ്യിലൊക്കെ ആകെ പാല് തൂവിയിരുന്നു. അയ്യോ, കൈ പൊള്ളിയോ? അപ്പോൾ ഈ ബഹളമൊക്കെ കേട്ട് പത്രം വായിച്ചുകൊണ്ടിരുന്ന മഹേന്ദ്രൻ സാറും അങ്ങോട്ടേക്ക് പോയി. ലക്ഷ്മി അമ്മ ചന്ദ്രികയെ ശാസിച്ചു കൊണ്ടിരുന്നു. എന്താ ചന്ദ്രിക ഇത്? അപ്പോൾ ഇത് കേട്ട് മഹേന്ദ്രൻ സാർ, എന്താ പറ്റിയത്? അപ്പോൾ ലക്ഷ്മി അമ്മ, ചന്ദ്രികയുടെ ദേഹത്ത് തിളച്ച പാല് വീണു, കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് വാ ചേട്ടാ. ഇരിക്കുക എന്നും പറഞ്ഞ് മഹേന്ദ്രൻ സാർ ഓടി ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക്. ചന്ദ്രികയെ സോഫയിലിരുത്തി കൈയൊക്കെ ഊതിക്കൊടുത്തു ലക്ഷ്മി അമ്മ. ഈ സമയം വെപ്രാളപ്പെട്ട് ഐസ് ക്യൂബ്സൊക്കെ പെറുക്കിയെടുക്കുകയായിരുന്നു മഹേന്ദ്രൻ സാറ്. ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ലക്ഷ്മി അമ്മ അവളുടെ കൈവെള്ളിയിൽ വെച്ചു കൊടുത്തു. ചന്ദ്രിക വേദന കൊണ്ട് പുളഞ്ഞു. ഏട്ടാ, തുണിയെടുത്ത് കൊണ്ടുവന്നില്ലേ? അപ്പോൾ മഹേന്ദ്രൻ സാറ് തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ടവൽ എടുത്തു കൊടുത്തു. കയ്യിൽ ഐസ് ക്യൂബ്സ് വെച്ച് കൊടുക്കുമ്പോൾ ലക്ഷ്മി അമ്മ ശാസിച്ചു, എന്താ ചന്ദ്രിക എങ്ങനെ ചെയ്തത്? നോക്കി ചെയ്യാൻ പാടില്ലായിരുന്നോ? മഹേന്ദ്രൻ സാറ്, സൂക്ഷിച്ച്. ലക്ഷ്മി അമ്മ പിന്നെയും ശാസിച്ചു കൊണ്ടേയിരുന്നു. എന്താ ചന്ദ്രിക, എപ്പോഴും നീ എല്ലാം ശ്രദ്ധിച്ചല്ലേ ചെയ്തിരുന്നേ? ഇന്ന് നിനക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല അമ്മേ. അപ്പോൾ മഹേന്ദ്രൻ സാറ്, അല്ല ചന്ദ്രികയെ, ഞാനും നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓഫീസിൽ നിന്ന് വന്നത് മുതൽ ഒരുമാതിരി ഡള്ളായിരിക്കുന്നു. എന്താ പ്രശ്നം? പറയ്. അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല സാർ. അപ്പോൾ പിന്നെയും മഹേന്ദ്രൻ സാറ്, മഹേഷ് വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല സാർ. അപ്പോൾ ലക്ഷ്മി അമ്മ, മേഘ എന്തെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ? മേഘ എന്തിനാ അമ്മ എന്നെ വഴക്ക് പറയുന്നേ? പിന്നെയും മഹേന്ദ്രൻ സാറ്, പിന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ? ഇല്ല, ആരും ഒന്നും പറഞ്ഞില്ല സാർ. പിന്നെ എന്തിനാ മോളെ വിഷമിച്ചിരിക്കുന്നത്? എനിക്ക് വിഷമമൊന്നുമില്ല സാർ, ഞാൻ നന്നായിട്ട് തന്നെ ഇരിക്കുന്നേ. നിങ്ങൾ എന്നെ ഓർത്ത് വിഷമിക്കണ്ട.
ലക്ഷ്മി അമ്മ ഐസ് ക്യൂബ് വെക്കുന്നതിനിടയിൽ ചന്ദ്രിക പറഞ്ഞു, അയ്യോ അമ്മേ, പാലൊക്കെ നിലത്ത് തൂവിയിരിക്കുകയാണ്, ഞാൻ അതൊന്ന് വൃത്തിയാക്കട്ടെ. അപ്പോൾ മഹേന്ദ്ര സാർ, നീ ഇപ്പോൾ പോണ്ട, നീ അവിടെ ഇരിക്ക്, ലക്ഷ്മി അമ്മയും പറഞ്ഞു. അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ ചെയ്യണ്ട. അയ്യോ അമ്മേ, ഞാൻ പോയി ചെയ്തോളാം, ഞാൻ വേഗം ചെയ്യാം. അപ്പോൾ മഹേന്ദ്രൻ സാർ കുറച്ച് കാർക്കശത്തോടെ, നീ അവിടെ ഇരിക്ക് ലക്ഷ്മി, ഇന്നൊരു ദിവസം നീ പോയി ജോലി എന്താണെന്ന് വെച്ചാൽ ചെയ്. ശരി ശരി ഏട്ടാ എന്നും പറഞ്ഞ് ലക്ഷ്മി അമ്മ ചന്ദ്രികയോട് പറഞ്ഞു, നീ അവിടെ ഇരിക്കും, ഞാൻ ഇപ്പോൾ വരാവേ. ചന്ദ്രിക ആകട്ടെ കൈ വേദനിച്ച് വല്ലാതെ പിടഞ്ഞു. അത് കണ്ട് മഹേന്ദ്രൻ സാറിൻ്റെ മനസ്സും. ചന്ദ്രികയെ, നല്ല വേദനയുണ്ടോ? ഇല്ല സാർ, വലിയ വേദനയില്ല, ഐസൊക്കെ വെച്ചതല്ലേ. ലക്ഷ്മി അമ്മ കിച്ചണിൽ പോയി ബാക്കിയുള്ള പണികളൊക്കെ എടുത്തു. ലക്ഷ്മി അമ്മ എല്ലാം കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ ചന്ദ്രിക പറഞ്ഞു, അമ്മേ, മലടിന് സ്കൂളിൽ പോകാൻ ടൈമായി, ഞാൻ പോയി അവളെ കൂട്ടിയിട്ട് വരട്ടെ. ശരി, സൂക്ഷിച്ചു പോ. അപ്പോൾ അവൾ, പോയിട്ട് വരാം സാർ. ആ. ചന്ദ്രിക പോയപ്പോൾ മഹേന്ദ്രൻ സാറ്, എന്താ ലക്ഷ്മി, ചന്ദ്രിക വളരെ ആക്റ്റീവാണ്, ഇന്നിപ്പോൾ ഇതെന്താ ഇങ്ങനെ ആയിരിക്കുന്നത്? അതാ ഏട്ടാ, അതാ എനിക്ക് മനസ്സിലാവാത്തത്. ചന്ദ്രിക ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. എന്താ പ്രശ്നമെന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. അവൾ മനസ്സിലെന്തോ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട്. ചോദിച്ചാൽ പറയുകയുമില്ല. ശരി, അവൾക്ക് തോന്നുമ്പോൾ വന്ന് പറയട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. മഹേന്ദ്രൻ സാറും പറഞ്ഞു. പക്ഷെ രണ്ടുപേരുടെയും മനസ്സ് ആകെ വിഷമിച്ചു. പിന്നെ കാണിക്കുന്നത് കാറിൽ സ്പീഡിൽ പോകുന്ന മനീഷിനെയാണ്. അവൻ മനസ്സിൽ ഓരോന്നും ഓർത്തുകൊണ്ടിരുന്നു. മേഘ തന്നോട് മനീഷ് എൻ്റെ വിവാഹം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞത്. അമ്പലത്തിലാകട്ടെ അമ്മയും മോളും പ്രസാദമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. കഴിക്കുന്നത് പ്രിയമോളുടെ കയ്യിൽ കൊടുത്തിട്ട് മേഘ പറഞ്ഞു, പ്രിയമോൾ ഇത് കഴിക്കേ, അമ്മ ഭണ്ഡാരത്തിൽ പൈസയൊക്കെ ഇട്ടിട്ട് വരാം. ആ അമ്മേ. അപ്പോൾ മനീഷ് കാറും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. മേഘ അപ്പോൾ ദേവിയെ തൊഴുത് ഭണ്ഡാരത്തിൽ പൈസ എടുക്കുകയായിരുന്നു. മനീഷ് കാറിൽ നിന്നിറങ്ങി. മേഘ തൊഴുത് ഭണ്ഡാരത്തിൽ പൈസ ഇട്ട് തിരിയലും മനീഷ് മുന്നിൽ നിൽക്കലും ഒരുമിച്ചായിരുന്നു. മേഘ ഒന്ന് അന്തം വിട്ടുപോയി. മേഘയുടെ മുഖത്ത് ഭയവും മനീഷിൻ്റെ മുഖത്ത് ഫുൾ കോൺഫിഡൻറ്റുമായിരുന്നു. പെട്ടെന്ന് മേഘ മനീഷിനോട് ചോദിച്ചു, മനീഷ്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? മനീഷ് ഒന്നും മിണ്ടാതെ അവളെ തറപ്പിച്ചു നോക്കി. അപ്പോൾ മേഘ പെട്ടെന്ന്, എന്തായാലും ഓഫീസിൽ വെച്ച് സംസാരിക്കാം, ഇപ്പോൾ പോയിക്കോ. ഇങ്ങനെയുള്ള കോമൺ പ്ലേസിൽ വെച്ച് എന്നെ കാണുന്നത് നീ ഒഴിവാക്കണം. മനീഷ് ഒന്നും പറയാതെ അവളെ തന്നെ നോക്കി നിന്നു. മേഘ പോകാനൊരുങ്ങവേ പെട്ടെന്ന് പുറകിൽ നിന്ന്, ഏയ് മേഘ. അപ്പോൾ മേഘ പുറന്തിരിഞ്ഞ് ചോദിച്ചു, ഏയ് മേഘാന്നോ? എന്താ എന്നെ വിളിക്കുന്ന ടോണിലൊക്കെ ഒരു മാറ്റം? അവൻ പിന്നെയും ഒന്നും മിണ്ടാതെ നിന്നു. അപ്പോൾ അവൾ, നിനക്കിപ്പോൾ എന്താ വേണ്ടത്? എന്തിനാ എന്നെ നോക്കി അമ്പലത്തിലേക്ക് വന്നത്? അപ്പോൾ അവൻ, എനിക്കൊരു സത്യം അറിയണം. എന്ത് സത്യം? എന്ത് സത്യമാണെന്ന് നിനക്കറിയില്ലേ? ഏത് സത്യമാണോ ഞാൻ അറിയാതിരിക്കാൻ നീ ശ്രമിക്കുന്നത്, ആ സത്യം തന്നെ. അത് കേട്ട് മേഘ ഭയപ്പെട്ട് അന്തം വിട്ടുപോയി. അവൾ മടിച്ച് പറഞ്ഞു, ഞാൻ ഒരു സത്യവും നിന്നിൽ നിന്ന് മറച്ചു വച്ചിട്ടില്ല. നീയായിട്ട് സ്വയം സങ്കല്പിച്ച് ഓരോന്ന് പറയണ്ട. അപ്പോൾ മനീഷ്, ആ ഭഗവാനെ തൊട്ട് പറയ്, നീ എന്നിൽ നിന്നൊന്നും മറക്കുന്നില്ലെന്ന്. ദേ നോക്ക്, ഭഗവാനെ കൊണ്ട് സത്യം ചെയ്യേണ്ട ഒരാവശ്യം എനിക്കില്ല. അതുപോലെ നിന്നിൽ നിന്ന് ഒന്നും ഒളിക്കേണ്ട കാര്യവും എനിക്കില്ല. ഇങ്ങനെയുള്ള കോമൺ പ്ലേസിൽ വെച്ച് ആവശ്യമില്ലാതെ എന്നോട് സംസാരിക്കരുത്. ആദ്യം സ്ഥലം വിടാൻ നോക്ക്. അപ്പോൾ മനീഷ് ഭീഷണി പോലെ പറഞ്ഞു, നീ സത്യം പറയുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോകുന്നില്ല. നിന്നെയും ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ ഉത്തരം പറയ്. അപ്പോൾ മേഘ, എന്ത് ചോദ്യം? പെട്ടെന്ന് മനീഷ്, പ്രിയയുടെ അച്ഛനാരാ? അവൾ ഉത്തരം മുട്ടി തരിച്ചു നിന്നുപോയി. അവൻ പിന്നെയും ചോദിച്ചു, സത്യം പറ, പ്രിയയുടെ അച്ഛൻ ഞാനല്ലേ? ഒന്നും പറയാനാവാതെ നിസ്സഹായാവസ്ഥയിൽ അവൾ നിന്നു. പെട്ടെന്ന് സ്ഥലകാലബോധത്തിൽ അവൾ പറഞ്ഞു, എന്ത്, പ്രിയയുടെ അച്ഛൻ നീയാണെന്നോ? ആരാ നിന്നോട് ഇങ്ങനെ പറഞ്ഞത്? പ്രിയയുടെ അച്ഛൻ നീയൊന്നുമല്ല. നിന്നെ ആരോ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ നോക്കുക. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ. അപ്പോൾ മനീഷ്, ദേ നോക്ക് മേഘ, നീയായിട്ട് സത്യം സമ്മതിച്ചാൽ അത് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാൻ പ്രിയയെ കൂട്ടിക്കൊണ്ടു പോയി DNA ടെസ്റ്റ് ചെയ്യേണ്ടി വരും. മേഘ ഞെട്ടിത്തരിച്ചുപോയി. ആകെ എല്ലാം കൈവിട്ടു പോയെന്നറിഞ്ഞ് അവൾ പിന്നെയും പറഞ്ഞു, ഏയ്, എന്താ ഇത്, ഭീഷണിപ്പെടുത്തുകയാണോ? നീ എന്തിനാ പ്രിയയെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നത്? അവൾ നിന്റെ കുഞ്ഞല്ല, എൻ്റെ കുഞ്ഞാണ്. അപ്പോൾ മനീഷ് പിന്നെയും വാദിച്ചു, പ്രിയ നിന്റെ മാത്രം കുഞ്ഞല്ല, അവൾ എൻ്റെയും കൂടി കുഞ്ഞാ. മേഘ തകർന്നു നോക്കി നിന്നുപോയി. മനീഷ് പിന്നെയും പറഞ്ഞു, അത് നിനക്ക് എതിർക്കാൻ കഴിയില്ല. നിന്റെ കുഞ്ഞോ? അങ്ങനെ ആരാ പറഞ്ഞത്? എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? അപ്പോൾ മനീഷ്, ഞാൻ പറഞ്ഞത് സത്യമാ, നീയാ കള്ളം പറയുന്നത്. പ്രിയ എനിക്ക് ജനിച്ച കുഞ്ഞാണ്.
മേഘ ഇതെല്ലാം കേട്ട് മനീഷിൻ്റെ മുന്നിൽ ഭൂമി പിളർന്ന് താഴെ വീണാൽ മതി എന്ന ഗതിയിൽ നിന്നു. അപ്പോൾ ഇവിടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം കുറച്ച് നോക്കാം. മനീഷ് മേഘയെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ തന്നെ നിന്റെ വീട്ടിൽ ചെന്ന് എല്ലാവരോടും ഈ സത്യം പറഞ്ഞ് നിന്നെ വലിച്ചു കീറും ഞാൻ. മേഘ ഭയപ്പെട്ടു നോക്കുന്നു. അവൻ അതും പറഞ്ഞ് തിരിഞ്ഞടക്കാൻ പോകുമ്പോൾ ഏയ് മനീഷ് എന്നും പറഞ്ഞ് അവൾ പുറകിൽ നിന്നും തടഞ്ഞു വിളിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ലക്ഷ്മി അമ്മയാണ്. ലക്ഷ്മി അമ്മ ചന്ദ്രികയോട്, ഞങ്ങൾ വരനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, ആ പെണ്ണിന് നേരത്തെ കല്യാണം കഴിഞ്ഞ ഡൈവോഴ്സ് ആയതാ, ആ പെണ്ണ് ഈ കല്യാണത്തിന് സമ്മതിക്കുമോ? അപ്പോൾ ചന്ദ്രിക ലക്ഷ്മി അമ്മയോടും മഹേന്ദ്രൻ സാറിനോടായിട്ട് പറയുന്നു, അത് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും അമ്മേ. അപ്പോൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പുതിയ നല്ല എപ്പിസോഡുകളുമായി ഞാൻ വീണ്ടും വരും വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.